നമസ്കാരം. പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര പ്രതീക്ഷയോടെ കയറി, ടിക്കറ്റെടുത്ത് മടങ്ങി, ആശയക്കുഴപ്പത്തിൽ യാത്രക്കാർ. തിരുവനന്തപുരം. സോഷ്യൽ മീഡിയയിലെ വ്യാജപ്രചാരണങ്ങൾ വിശ്വസിച്ച് കെഎസ്ആർടിസി ബസ്സുകളിൽ കയറിയ വനിതാ യാത്രക്കാർക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത അനുഭവം. അയൽസംസ്ഥാനങ്ങളിലെ മാതൃകയിൽ കേരളത്തിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയെന്ന വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നതാണ് വിനയായത്. വലിയൊരു ആശ്വാസം പ്രതീക്ഷിച്ചു ബസ്സിൽ കയറിയവർക്ക് ടിക്കറ്റ് നിരക്ക് കേട്ടപ്പോൾ വലിയൊരു അടി കിട്ടിയ അവസ്ഥയായിരുന്നു. പ്രതീക്ഷ നൽകി സോഷ്യൽ മീഡിയ. കർണാടകയിലും തമിഴ്നാട്ടിലും സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലും സ്ത്രീകൾക്ക് ഇനി മുതൽ ടിക്കറ്റില്ല എന്ന തരത്തിൽ വന്ന വാട്സാപ്പ് സന്ദേശങ്ങളാണ് ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനമാണോ അതോ സർക്കാർ ഉത്തരവാണോ എന്ന് തിരിച്ചറിയാതെ പലരും ടിക്കറ്റ് പണമെടുക്കാതെയാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. എന്നാൽ കണ്ടക്ടർ ടിക്കറ്റ് മെഷീനുമായി എത്തിയപ്പോഴാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത്. അധികൃതർ ഇടപെടുന്നു. വ്യാജപ്രചാരണത്തിനെതിരെ കർശന നടപടി. വ്യാജവാർത്തകൾ പടരുന്ന സാഹചര്യത്തിൽ ഗതാഗത വകുപ്പും പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കെഎസ്ആർടിസിയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ ഇല്ലാതെ വരുന്ന ഇത്തരം സന്ദേശങ്ങൾ വിശ്വസിക്കരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. അന്വേഷണം സൈബർ സെല്ലിന്. വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സൈബർ സെല്ലിനെ ചുമതലപ്പെടുത്തി. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സർക്കാർ സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. ജീവനക്കാർക്ക് നിർദ്ദേശം. യാത്രക്കാരോട് മാന്യമായി കാര്യങ്ങൾ വിശദീകരിക്കാനും അതേസമയം ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരെ അനുവദിക്കരുതെന്നും കണ്ടക്ടർമാർക്ക് മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. സത്യാവസ്ഥ. കെഎസ്ആർടിസിയുടെ സാമ്പത്തിക സാഹചര്യത്തിൽ നിലവിൽ ഇത്തരമൊരു സൗജന്യം പ്രായോഗികമല്ല. ഒരു നയം മാറ്റമുണ്ടാകുന്നതുവരെ നിലവിലുള്ള നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. ബസ്സിൽ കയറിക്കഴിഞ്ഞാണ് സൗജന്യമില്ലെന്ന് അറിഞ്ഞത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണിൽ വന്ന വാർത്ത വിശ്വസിച്ചുപോയി. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ക്രൂരതയാണ് എന്ന് യാത്രക്കാരിയായ വീട്ടമ്മ പ്രതികരിച്ചു. ജാഗ്രത വേണം. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നോ പ്രമുഖ മാധ്യമങ്ങളിൽ നിന്നോ സ്ഥിരീകരണം ലഭിക്കാതെ സോഷ്യൽ മീഡിയ വാർത്തകൾ വിശ്വസിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്നത് പലപ്പോഴും പോക്കറ്റിന് ഭാരമായേക്കാം. വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം.